ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നല്ല ഉഗ്രൻ പഴംപൊരി ചായക്കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ സ്വന്തം, അതായത് മലയാളികളുടെ സ്വന്തം പലഹാരമാണ് പഴംപൊരി എന്ന് പറയുന്നത്. അത് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റുന്നതല്ല. അപ്പോൾ ആദ്യം നമുക്ക് പഴംപൊരി എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ, അതുപോലെ നല്ല കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീട്ടിൽ ഒരു ഏത്തക്കൊല പഴുത്ത കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ തീർന്നു. ഇനി കുറച്ച് നല്ലപോലെ പഴുത്ത പഴം കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ നല്ലപോലെ പഴുത്ത പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ വെച്ചിട്ടുണ്ട്. ഒരു പഴം 4 പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മൈദ വേണം. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഷുഗർ. അതുപോലെ ഷുഗർ അധികം വേണ്ടാത്തവർ അത്ര എടുക്കണ്ട, കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അത് ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള ഷുഗറുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടി. നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ എടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളം കൂടി കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ബാറ്റർ പഴത്തിൽ പിടിക്കില്ല. വെള്ളം കുറവായി കഴിഞ്ഞാൽ ഈ മാവ് കൂടുതൽ പഴത്തിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കറക്റ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, ബാറ്റർ ഇതുപോലെ ഇരിക്കണം. അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിരുന്നു. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ പഴം ബാറ്ററിൽ മുക്കിയിട്ട് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ആ ബാറ്റർ മുഴുവൻ വെളിച്ചെണ്ണയിലേക്ക് ചാടിപ്പോവും. എന്നാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പതുക്കെ ഓരോന്നായി മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം വെന്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതിനകത്ത് ഒരു ബാറ്ററിൻ്റെ ഒരു പീസ് പോലും ഇതിനകത്ത് ചാടിയിട്ടില്ല. നമുക്ക് ബാക്കി പഴം കൂടി പൊരിച്ചെടുക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ പഴംപൊരി നല്ലതാണെന്ന്. ഇനി നമുക്ക് കട്ടൻ കാപ്പിയുടെ കൂടെ ആ പഴംപൊരി ഒന്ന് നല്ല പിടി പിടിച്ചാലോ. കാപ്പിക്കുള്ള കാപ്പിപ്പൊടി ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയതുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.